സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്രമാത്രം ഇരുട്ടിലും നിഴലിലും നിർത്തി കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് വേറെയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്തൊരു ഗവൺമെന്റാണിത്. എന്താണ് ബാലഗോപാൽ ഉദ്ദേശിക്കുന്നതെന്ന് ബാലഗോപാൽ എന്തെങ്കിലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ? സ്ഥലജല ഭ്രമമല്ലേ താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത്? താങ്കൾക്ക് ഇലക്ഷൻ സമയത്ത് ഇത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. എനിക്ക് വ്യക്തിപരമായി കൂടി പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് പറയേണ്ടി വരുന്നതിൽ ചെറിയ വിഷമമുണ്ട്. താങ്കൾ നാളത്തെ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ ഉടനെ ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെങ്കിലും ഭാവിയിലെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ പി രാജീവിനെയും മുഹമ്മദ് റിയാസിനെയും പോലെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്, ധനകാര്യമന്ത്രിയാണ്. പക്ഷേ താങ്കൾ ചെയ്തു കൂട്ടുന്നതെല്ലാം അബദ്ധങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പെൻഷൻകാരെ ഇപ്പം 3 തട്ടിലാക്കി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർ, അതുപോലെ തന്നെ അല്ലാത്ത പെൻഷൻകാർ, പിന്നെ പങ്കാളിത്ത പെൻഷൻകാർ, അഷ്വേർഡ് പെൻഷൻകാർ, എല്ലാം കൂടി സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പദ്ധതി, പെൻഷൻ പദ്ധതി ഇവിടെ സർക്കാർ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ശമ്പളത്തിൻ്റെ പകുതി തുക ഉറപ്പാക്കുന്നതാണ് അഷ്വേർഡ് പെൻഷൻ. അവരുടെ ശമ്പളത്തിൻ്റെ പകുതി തുക കൊടുക്കുന്നതാണ് അഷ്വേർഡ് പെൻഷൻ എന്നാണ്. എന്നാൽ ശമ്പളത്തിന് പകുതി ഈടാക്കുന്നതാണ് അഷ്വേർഡ് പെൻഷൻ. നിലവിലെ പങ്കാളിത്ത പെൻഷനിൽ ഈ ഉറപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ ഇല്ലാത്തൊരു ഉറപ്പാണ് അഷ്വേർഡ് പെൻഷനിൽ വരുന്നത്. ഇതോടെ സംസ്ഥാനത്ത് 3 പെൻഷൻ പദ്ധതികളെ 2013 മുമ്പ് സർവീസിൽ കയറിയവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, 2013 മുമ്പ് സർവീസിൽ കയറിയവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, 13 ശേഷം സർവീസിൽ കയറിയവർക്ക് പങ്കാളിത്ത പെൻഷൻ എന്ന നാഷണൽ പെൻഷൻ സ്കീമുണ്ട്. NPS ബാധകമായിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാം. മാറിയില്ലെങ്കിൽ അവർ അതിൽ തുടരും. 2026 ഏപ്രിലിന് ശേഷം സർവീസിൽ കയറുന്നവർക്ക് അഷ്വേർഡ് പെൻഷനോ NPS തിരഞ്ഞെടുക്കാം. അഷ്വേർഡ് പെൻഷൻ സംബന്ധിച്ച് ഇന്നലെ ഉത്തരവിറങ്ങി. അപ്പോൾ 3 പെൻഷൻ ഇവിടെ നിലനിൽക്കും. എന്തിനാണ് ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ കൊടുക്കുന്നു, വേണമെങ്കിൽ മാറാം. പല പെൻഷൻ പ്രായം കുറച്ച് പേർക്ക് 56, കുറച്ച് പേർക്ക് 60, ഇങ്ങനെ വളരെ കൃത്യതയില്ലാത്ത ഒരു സർവീസ് സെക്ടറിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് അങ്ങേക്ക് നല്ല നമസ്കാരം പറയേണ്ടതുണ്ട്. പകരം പുതിയ പെൻഷൻ വന്നത് ഇടതുമുന്നണി വാഗ്ദാനം പാലിച്ചുള്ളതും ഒന്നിനും ഒരു എത്തും പിടിയും വെള്ളിയാഴ്ചയും വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ DR സംബന്ധിച്ചും വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. ശമ്പളത്തിൻ്റെ പകുതി കിട്ടുമെന്നാണ് ഉത്തരവിലുള്ളതെങ്കിലും പങ്കാളിത്ത പെൻഷനിൽ ജീവനക്കാരുടെ വിഹിതമായ അടിസ്ഥാന ശമ്പളവും DA ചേർത്തുള്ള തുകയാണോ ശമ്പളം കണക്കാക്കുന്നതെന്ന് വ്യക്തമല്ല. അവസാനത്തെ ശമ്പളവും DA എല്ലാം ചേർത്തിട്ടാണോ അതോ ശമ്പളം മാത്രമാണോ എന്നുള്ള സംബന്ധിച്ചും വ്യക്തതയില്ല. ജീവനക്കാരുടെ വിഹിതമായ 10% അതേപടി തുടരുമോ എന്നും അറിയത്തില്ല. പങ്കാളിത്ത പെൻഷനിൽ പറയുന്നൊരു 10%ൻ്റെ കഥ അറിയത്തില്ല. സർക്കാർ നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കുമോ അതോ അതുപോലെ തുടരുമോ എന്നതിനും വ്യക്തതയില്ല. ഒരുപാട് വ്യക്തത പ്രശ്നങ്ങളുണ്ട്. സർക്കാരിൻ്റെ വിഹിതവും ജീവനക്കാരുടെ വിഹിതവും ചേർത്താൽ അവസാന അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% ആയില്ലെങ്കിൽ കുറവ് വരുന്ന തുക എങ്ങനെ കണ്ടെത്തുമെന്നും അറിയത്തില്ല. അപ്പോൾ കുറവ് വരുന്ന തുക സർക്കാർ വഹിക്കുമെന്നാണ്. തമിഴ്നാട്ടിൽ ആണെങ്കിൽ ഈ പറയുന്ന പോലെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അവസാനം 50% ആയില്ലെങ്കിൽ കുറവ് വരുന്ന തുക തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് സർക്കാർ ഇടും. ഇവിടെ കേരള സർക്കാർ ഇടുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല. സർക്കാരിൻ്റെ വിഹിതവും ജീവനക്കാരുടെ വിഹിതവും പ്രത്യേക ഫണ്ടായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ചും ഉത്തരവിൽ ഒന്നും പറയുന്നില്ല. വളരെ വേഗമായിട്ടുള്ള, മനുഷ്യന് മനസ്സിലാകാത്ത, മനുഷ്യനെ ഭ്രാന്താക്കുന്ന ഉത്തരവാണ് അവിടെ ഇരുന്ന് പുറപ്പെടുവിക്കുന്നത്. ഇതാരാണ് ഈ ഉത്തരവിൻ്റെ പിന്നിൽ എന്നുള്ളത്? NPS ഈ തുക കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. NPSൻ്റെ മാതൃകയാണെന്ന് സ്വീകരിക്കുകയാണെന്നും അറിയാനുണ്ട്. ഇനി NPSൽ എന്ത് സംഭവം? സ്റ്റാറ്റ്യൂട്ടറി അങ്ങനെ നിൽക്കുന്നു, NPS നിൽക്കുന്നു, പങ്കാളിത്ത പെൻഷൻ നിൽക്കുന്നു. അത് പങ്കാളിത്തം NPSൻ്റെ ഭാഗമാണ്. പിന്നെ ഇത്രയും പെൻഷൻ നിൽക്കുന്നു, അഷ്വേർഡ് പെൻഷൻ. എന്താണിത് കാണിക്കുന്നത്? എന്താണ് പരീക്ഷിക്കുന്നത്? എന്നിട്ടും NGO യൂണിയനും ഗസറ്റ് ഓഫീസ് അസോസിയേഷനും ഒക്കെ കാർഡിട്ട് തള്ളുകയാണ്. നിങ്ങൾ ആത്മഹത്യയാണ് ചെയ്യുന്നത്. ശരിക്കും സർക്കാർ ജീവനക്കാർ ആത്മഹത്യയാണ് ചെയ്യുന്നത്. നിങ്ങളിത് വളരെ കൃത്യമായി നിങ്ങൾ സമരരംഗത്തേക്ക് പോകണം. ഇലക്ഷനടുത്ത് ഇലക്ഷനൊക്കെ സമ്മതിച്ചു, അത് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങളിത് വോട്ട് നിഷേധിക്കണം. മറ്റൊരാളിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നതല്ല. നിങ്ങളിത് കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലെ പങ്കാളിത്ത പെൻഷനിലേക്ക് പിടിച്ച തുക എങ്ങനെ പിൻവലിക്കുമെന്നുള്ളതിനും ഒരു ഉത്തരവില്ല. അഷ്വേർഡ് പെൻഷനിൽ സർവീസ് കുറഞ്ഞാലും പകുതി പെൻഷൻ ഉറപ്പാണോ എന്നും വ്യക്തമല്ല. എത്ര അവ്യക്തതയാണെന്നറിയാവോ? മിനിമം പെൻഷൻ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, കുടുംബ പെൻഷൻ തുടങ്ങിയവ സംബന്ധിച്ചും ജീവനക്കാർക്ക് വലിയ ആശങ്കയാണ്.
അപ്പോഴും എല്ലാ സംഘടനകളും ഇപ്പം സർവീസ് പെൻഷനേഴ്സ് യൂണിയനും ഒക്കെ വലിയ ആഫീസൊക്കെ സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് വീണ്ടും മൂന്നാം ഭരണം വരട്ടെ എന്ന് പറഞ്ഞ് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കും. വലിയ ആത്മഹത്യയാണ് ചെയ്തത്. ഒരൊറ്റ ജീവനക്കാരൻ ഈ സർവീസ് സംഘടനകൾക്കൊന്നും 5 പൈസയും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ അവരെന്നോട് പിണങ്ങും. അതുകൊണ്ട് നിങ്ങൾ സ്വയം തീരുമാനിച്ചോളൂ. എന്തിനാണ് ഈ സംഘടനകൾ? സ്വയം പിരിച്ചുവിടണമെന്നേ. എന്തിനാണെന്ന് ഈ സംവിധാനം? ഈ അടിമ സംവിധാനത്തിലൊരു സംവിധാനം അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവന്നപ്പോൾ വീണ്ടും കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ. ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ. എല്ലാം കൺഫ്യൂഷനാണ്. എന്തിനാണ് അങ്ങനെ കേരള സമൂഹത്തെ ഒരു കൺഫ്യൂഷനിൽ നിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് ഇത് കൃത്യമായി എങ്ങോട്ടാണ് ഈ വണ്ടി പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതിനിടയിലാണ് ശമ്പള പരിഷ്കരണം വരുന്നു. അത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുമോ അടുത്ത ഗവൺമെൻറ്റാണ് നടപ്പിലാക്കുന്നത്? അതിനെ സംബന്ധിച്ചും ഒരു ധാരണയില്ല. ഡി എ സംബന്ധിച്ച്, അരിയറിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് കിടക്കുന്നു. ഡി എ അരിയർ എന്ന് കൊടുക്കുമെന്നറിയില്ല. എന്തിനാണ് നമുക്കൊരു സിവിൽ സർവീസ്? ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ സർവീസിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, നിങ്ങൾ പരമാവധി ഡെയിലി വേജസിനും കരാറെന്ന് പറഞ്ഞ് കേരള സോപ്സ് ആൻഡ് ഓയിൽസിന് അടക്കമുള്ള സകല സ്ഥാപനങ്ങളിലും നിങ്ങൾ ആളുകളെ കുത്തിത്തിരികെ കയറ്റുകയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റ് PSC നന്നായി എടുക്കൂല. എന്നിട്ട് അവിടെ എല്ലാം ഗസ്റ്റ് ഫാക്കൽറ്റി വെക്കും, ഡെയിലി വേസിന് ആളെ വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ സ്ഥിരപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അത് എന്നാ സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാവോ? അതും അറിയത്തില്ല. ഹൈക്കോടതിയിൽ നിന്ന് കൊട്ട് കിട്ടും, സുപ്രീം കോടതിയിൽ നിന്ന് കൊട്ട് കിട്ടും. അങ്ങനെ കൊട്ടും വാങ്ങി ഇത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് ധനകാര്യ വകുപ്പ് ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പിന് യാതൊരു ധാരണയുമില്ലാതെയാണ് പോകുന്നത്. കഷ്ടമാണ്, സങ്കടമാണ്, ഖേദകമാണ്, പ്രതിഷേധാർഹമാണ്. അഷ്വേർഡ് പെൻഷൻ ആകെ അടിമുടി ദുരൂഹതയായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരം പറയുക? ഇനിയിപ്പോൾ UDF വാങ്ങാനും വരികയാണെങ്കിൽ പിന്നെ സമര പരമ്പരയായിരിക്കും. വളരെ വലിയ സമരമായിരിക്കും. അത് പിന്നെ അതിന് സഹാക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം സമരം ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനോട് നിങ്ങൾ സമരമൊന്നും ചെയ്യണ്ട, പറഞ്ഞ് നേരിട്ട് ചെന്ന് ഇരുന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ബാർഗെയിൻ ചെയ്ത് പറയേണ്ടതുപോലെ പറയേണ്ട രീതിയിൽ ബാലഗോപാലിനോടും AK സെൻറ്ററിലും അവിടെയെല്ലാം പോയി ഒന്ന് പറഞ്ഞ് കൃത്യമായി ഇത് പിടിച്ചു വാങ്ങാനുള്ളൊരു ശ്രമം എന്തേ ഇടതുപക്ഷത്തിലുള്ള സർവീസ് സംഘടനകൾ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് വലിയ ഉത്തരമാണ് ആവശ്യമുള്ളത്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അഷ്വേർഡ് പെൻഷൻ കൂടി വന്നപ്പോൾ 3 ടൈപ്പ് പെൻഷനും ഓപ്ഷനുകളും ആകെ കൺഫ്യൂഷനാണ്. പെൻഷൻ പ്രായത്തിലും കുറച്ച് പേർ 56, കുറച്ച് പേർ 60. ഇതിനൊന്നും ഒരു വെള്ളിയാഴ്ചയുമില്ല, ഒരു വ്യവസ്ഥയുമില്ല. തോന്നും പോലെ തോന്നുന്ന രീതിയിലാണ് പെൻഷൻ പ്രായം. CDSൽ വേറെ പെൻഷൻ പ്രായം, സ്റ്റെക്കിൽ വേറെ പെൻഷൻ പ്രായം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മറ്റൊരു പെൻഷൻ പ്രായം, സർക്കാർ സർവീസിൽ വേറൊരു പെൻഷൻ പ്രായം. എന്താണിത്? ആർക്കും ഒരു ധാരണയുമില്ലാത്ത കരിമ്പൻ കേട്ടിൽ കയറിയ ആനയെപ്പോലെ സിവിൽ സർവീസിനെ അടിച്ചുടച്ചു. അതിൽ ഒന്നാമനായി ബാലഗോപാലിന് പൊൻതൂവൽ കൊടുക്കണം.